സനാതനധർമ്മത്തിന്റെ കാന്തിക ശക്തിയാണ് കേരളത്തിന്റെ കുംഭമേളയിൽ കാണാനാകുന്നതെന്ന് സ്വാമി ഉദിത് ചൈതന്യ. ഹൈന്ദവ ജനതയുടെ ഐക്യമാണ് ഭക്തലക്ഷങ്ങൾ കുംഭമേളയിലേക്ക് ഒഴുകിയെത്തുന്നതോടെ വ്യക്തമാകുന്നത്. നാളെ സനാതനധർമ്മം ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുമെന്നും സ്വാമി ഉദിത് ചൈതന്യ തിരുനാവായിൽ ജനം ടിവിയോട് പ്രതികരിച്ചു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിൻ്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം 14-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി ആധ്യാത്മിക ആചാര്യന്മാരും മറ്റുമൊക്കെ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം സ്വാമി ഉദിത് ചൈതന്യ ചേരുന്നുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് ഈ ഒരു കുംഭമേള? അതിൻ്റെ ഒരു ഭാഗവാക്കാവുന്ന വലിയ ജനത്തിരക്കാണ് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കേരളത്തെ സംബന്ധിച്ചൊരു ചരിത്രമാണ്. പരശുരാമ കേരളം അത് പരശുരാമ വൈഭവത്തിലേക്ക് തിരിച്ചു വരികയാണ്. മഹാമാഘം എന്ന പേരിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ഇപ്പോഴതൊരു കുംഭമേളയായിട്ട് പരിണമിച്ചു. ഇതൊരു വലിയ മാറ്റം ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ഉള്ളിലുള്ള ഹൈന്ദവ ബോധം, ഐക്യം, ഒത്തൊരുമ, ഇതുമാത്രമല്ല ദൈവീകത, ഇതെല്ലാം ഉണർന്നു വരികയാണ്. ഹിന്ദു സമൂഹം ഉണർന്നാൽ, ഹിന്ദു സമൂഹം ശക്തമായാൽ എല്ലാവരും സുരക്ഷിതരാണ്. കാരണം ഹിന്ദു സംസ്കൃതിയുടെ മഹത്വം എന്ന് പറയുന്നത് വസുദൈവ കുടുംബ സങ്കല്പമാണ്. എവിടെ ഹിന്ദു ഉണരുന്നുണ്ടോ, എവിടെ ഹിന്ദു ശക്തരാണോ, അവിടെ എല്ലാവരും സുരക്ഷിതരാണ്. ഇതെപ്പോഴും ഹിന്ദുക്കൾ ഓർക്കണം. നമ്മുടെ ആകുന്ന അമ്മയുടെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സുരക്ഷിതത്വം ഇരിക്കുന്നത്. അതിനുള്ളൊരു സംസ്കാരം, അതിൻ്റെ ആരംഭമാണ് കേരളം സംബന്ധിച്ച് ഇവിടുത്തെ ഈ തിരുനാവായിലെ കുംഭമേള. എല്ലാ പിതൃക്കൾക്കും മോക്ഷം കൊടുക്കുന്ന ഈ തിരുനാവായിൽ ഇപ്പോഴിതാ എല്ലാവരുടെയും മനസ്സിന് ഐക്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ദൈവീകമാക്കുന്ന കുംഭമേള നടക്കുന്നു. പിതൃക്കൾ ഇവിടെ വന്ന് ശാന്തരായി, സ്വസ്ഥരായി, മുക്തരായി മാറുന്ന പോലെ നമുക്കൊന്നിച്ച് ലോകത്തിന് മുഴുവൻ ശക്തി പകർന്ന്, ഐശ്വര്യം പകർന്ന്, സംരക്ഷണം പകർന്ന് ഒന്നിച്ചു വരാൻ സാധിക്കട്ടെ. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രണാമം. സനാതനധർമ്മം പല വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നീള ആരതിയൊക്കെ കാണാനായിട്ട് എത്തുന്ന വിശ്വാസികൾ. അപ്പം അത് ആ സനാതനധർമ്മത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ അല്ലേ? ഭാരതത്തെ സംബന്ധിച്ച് സനാതനധർമ്മം എന്ന് പറയുന്നത് പുഴയും കടലും പോലെയാണ്. ഒരു പുഴ ഒഴുകുന്ന പോലെ നാം എല്ലാവരും ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒഴുകലാണ്. മറ്റു മതങ്ങളൊക്കെ മോക്ഷത്തെക്കുറിച്ച്, അവരെ സംബന്ധിച്ച് സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഭാരത മണ്ണ് തന്നെയാണ് നമ്മുടെ മോക്ഷധാമം. ഇതാണ് നമ്മുടെ ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും ധാമം. ഇവിടെ തന്നെ നമുക്ക് മുക്തരാവാം, ഇവിടെ തന്നെ നമുക്ക് സ്വസ്ഥരാവാം. ഇതാണ് നമ്മുടെ പവിത്ര മണ്ണ്. നമുക്കതിന് പുറത്തേക്ക് എവിടെയും പോകേണ്ടതില്ല, ആകാശങ്ങൾക്കപ്പുറത്തേക്ക് നോക്കേണ്ടതില്ല. സനാതനധർമ്മം പറയുന്നത് എല്ലാവർക്കും ഇവിടെ തന്നെ മനസ്സിന് ശക്തിയും ശാന്തിയും സ്വസ്ഥയും മുക്തിയും കിട്ടും. എന്തിന് നിങ്ങൾ സ്വല്പമായ സുഖത്തിന് വേണ്ടിയിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് അതിലേക്ക് വീഴണം? സനാതനമായത് ഇവിടെ കിട്ടുമെങ്കിൽ സനാതനമല്ലാത്തതിൻ്റെ പിന്നിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. സനാതന ധർമ്മത്തിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സനാതനമായതെല്ലാം ഇവിടെ കിട്ടും, ശാശ്വതമായത് ഇവിടെ കിട്ടും. അതാണ് ഈ പവിത്ര ഭൂമിയുടെ മഹത്വം. അതാണ് ഇത്രയും ആളുകളെ ആകർഷിക്കുന്നത്. ഒരു അഡ്വർടൈസ്മെൻറ്റും ഇല്ല, ആരെയും പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ടില്ല. പക്ഷെ എല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരികയാണ് ഈ പവിത്ര മണ്ണിലേക്ക്. അത് തന്നെ തെളിവല്ലേ ഏതൊരു കാന്തിക ശക്തി സനാതന ധർമ്മത്തിനുണ്ടെന്ന്. ആ കാന്തിക ശക്തിയാണ് എല്ലാവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ഈ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കും. അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കഴിഞ്ഞ കുംഭമേളയിൽ കണ്ടത്. ഇപ്പോഴത്തെ കേരളത്തിൽ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. എല്ലാവരുടെയും ജീവിതം ശക്തിയിലും സ്വസ്ഥയിലും മുക്തിയിലും തൃപ്തിയിലും പ്രാപ്തിയിലും എത്തിച്ചേരാൻ ഈ കുംഭമേള അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഈ പവിത്ര മണ്ണാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുക്തിയുടെ ധാമം. ആ പവിത്ര മണ്ണിൽ ഞങ്ങൾക്ക് കുംഭമേള നടത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ മതവിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ സനാതനധർമ്മത്തിലേക്ക് സ്വാഗതം, പ്രണാമം. ഏതായാലും സ്വാമിജിയുടെ വാക്കുകൾ വളരെ വിശേഷപ്പെട്ട, അദ്ദേഹം സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം ഉൾപ്പെടെയാണ് വ്യക്തമാക്കിയത്. PR മനുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.